ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അല്പം ആവേശം ജനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലെ കട്ടുഡ ബോർഡർ ഔട്ട്പോസ്റ്റിന് സമീപം കുറച്ചധികം ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് എത്താൻ ശ്രമിച്ചു. അവരുടെ പക്കൽ ആയുധങ്ങളുമുണ്ടായിരുന്നു. ആയുധങ്ങൾ ഏന്തി വന്ന ആ ഒരു കൂട്ടത്തെ 10ഓളം വരുന്ന ആ അക്രമകാരികളെ മാൽഡ സെക്ടറിലെ ഒരു വനിതാ കോൺസ്റ്റബിൾ നേരിട്ട ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ഒരു വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. 10ഓളം വരുന്ന ആയുധധാരികളായ ബംഗ്ലാദേശികളെ അതിർത്തി കടക്കാനുള്ള ശ്രമം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ വനിതാ കോൺസ്റ്റബിൾ സീറോ ലൈനിനടുത്തേക്ക് കുതിച്ചെത്തുകയും അതിനപ്പുറത്ത് 150 യാർഡിനപ്പുറമുള്ള ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം വരെ എത്തുകയും തൻ്റെ സഹപ്രവർത്തകരെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മെഗാഫോണിലൂടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ഈ ആയുധധാരികളായ ബംഗ്ലാദേശികൾക്ക് മുന്നറിയിപ്പ് നൽകി പിരിഞ്ഞു പോകണമെന്ന്. അവർ പിരിഞ്ഞു പോകാതെ വന്നതോടെ തൻ്റെ സർവീസ് റൈഫിളിൽ നിന്ന് തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു. ഇതിലാരെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന വിവരം ഇതുവരെ ലഭ്യമല്ല എന്ന് DIG പാണ്ഡെ വ്യക്തമാക്കി. അവർ കനത്ത മൂടൽമഞ്ഞിനിടയിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു, ചിതറിത്തെറിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടോ പരിക്ക് പറ്റിയോ എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടുതൽ വനിതാ സൈനികർ പ്രവർത്തിച്ചു വരുന്നുണ്ട്, ജോലി ചെയ്തു വരുന്നുണ്ട്. BSFൻ്റെ ബറ്റാലിയനുകൾ അനവധിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ ധീരമായ ഈ നടപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺസ്റ്റബിളിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.